ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നും റിച്ച് ആവണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളോട് പലപ്പോഴും സമൂഹം കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ജീവിതത്തിൽ റിച്ച് ആവാൻ വേണ്ടി നല്ലൊരു ജോലി സമ്പാദിക്കുക, അതിൽ നിന്നും ലഭിക്കുന്ന സേവിങ്സ് ഒരുപാടധികം പണം സേവ് ചെയ്തതിന് ശേഷം റിട്ടയർ ആവുമ്പോഴത്തേക്കും നമുക്ക് റിച്ച് ആവാം എന്നുള്ള രീതിയിൽ പലപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ നല്ലൊരു ജോലി ലഭിച്ച് അതിൽ നിന്നും പണം സേവ് ചെയ്ത് റിച്ച് ആവുക എന്ന കാഴ്ചപ്പാടൊക്കെ സമൂഹത്തിൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്നും യങ് ഏജിൽ തന്നെ റിച്ച് ആവാനും മില്യണയർ ആവാനും സാധിക്കുന്നത് ബിസിനസ്സുകൾ നടത്തിയും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയുമാണ് എന്ന സത്യം പലപ്പോഴും സമൂഹം മനസ്സിലാക്കുന്നില്ല. ഉദാഹരണത്തിന്, നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെന്നും നമ്മൾ മില്യണയർ ആവാൻ വേണ്ടി പണം സേവ് ചെയ്യുകയുമാണെന്ന് കരുതുക. നമുക്ക് ലൈഫിൽ ഒരു സ്പോർട്സ് കാർ വാങ്ങണമെന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടധികം പ്രായമാവും. ഒരുപക്ഷെ നമ്മൾ റിട്ടയർ ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ സ്വപ്നം പ്രാവർത്തികമാകാൻ സാധിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, 60 വയസ്സിന് ശേഷം സ്പോർട്സ് കാർ ഓടിക്കാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമോ നമുക്കുണ്ടാവുമോ എന്ന്. അതുകൊണ്ട് റിട്ടയർ ആകുമ്പോഴത്തേക്ക് പണക്കാരനാവുക എന്ന് സ്വപ്നം കാണുന്നതിന് പകരം നമ്മുടെ ഫ്രീഡം, നമ്മുടെ എനർജി, നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് എന്നതിനനുസരിച്ച് നമ്മൾ റിച്ച് ആവണം, നമ്മൾ മില്യണയർ ആയിരിക്കണം എന്ന സ്വപ്നം കാണാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, MJ ഡിമാർക്കോയുടെ ദി മില്യനെയർ ഫാസ്റ്റ്ലെയിൻ. തട്ടിപ്പ് നടത്തിയും ആളുകളെ പറ്റിച്ചും എത്തിക്സിന് നിരക്കാത്ത പല കാര്യങ്ങൾ ചെയ്തും മാത്രമേ വളരെ യങ് ഏജിൽ തന്നെ ഒരുപാടധികം പണം ഉണ്ടാക്കാൻ സാധിക്കൂ. നേരായ മാർഗത്തിലൂടെ അത്രയും അധികം പണം ചെറിയ കാലയളവിൽ സമ്പാദിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചു വരുന്ന ഒരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനത്തെ ഒരു കൊള്ളരുതായ്മ ചെയ്യാതെയും നമുക്ക് നേരായ മാർഗത്തിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് MJ ഡിമാർക്കോയെ പോലുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിച്ചു. തൻ്റെ യങ് ഏജിൽ തന്നെ മില്യണയർ ആവാൻ വേണ്ടി തന്നെ സഹായിച്ച പല സീക്രറ്റ്സും അദ്ദേഹം ഈ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. MJ ഡിമാർക്കോയെ പോലെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ഒരുപാടധികം ലൈഫ് ചേഞ്ചിങ് പുസ്തകങ്ങൾ തന്നെയുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ വായിച്ചെടുക്കാൻ ഒരുപാടധികം സമയമില്ലാത്ത ആളുകളും അതുപോലെ വായനാശീലമില്ലാത്തവരും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാത്ത ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാടധികം ലൈഫ് ചേഞ്ചിങ് പുസ്തകങ്ങൾ മലയാളത്തിൽ ഫുൾ ഓഡിയോ ബുക്കായിട്ട് നമ്മുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മാത്രമല്ല ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്പിൻ്റെ മറ്റൊരു ആകർഷകത എന്ന് പറയുന്നത് കോംബോ ആയിട്ട് നമുക്ക് 3-4 പുസ്തകങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സിംഗിളായിട്ട് പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പകുതി വില പോലും കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല. അതും നമുക്ക് മലയാളത്തിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഓഡിയോ ബുക്സ് ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്പിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് ഫിനാൻഷ്യൽ പ്ലസ് കോംബോ. ഇതിനകത്ത് ഫിനാൻസിലെ തന്നെ ലൈഫ് ചേഞ്ചിങ് പുസ്തകങ്ങളായിട്ടുള്ള 4 Hour Work Week, 0 to 1, മില്യനെയർ മാപ്പ്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് തുടങ്ങിയ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫിനാൻസ് റിലേറ്റഡ് പുസ്തകങ്ങൾ മാത്രമല്ല, റിലേഷൻഷിപ്പ്, സൈക്കോളജി, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ പല മേഖലകളിലുള്ള പുസ്തകങ്ങളും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഓഡിയോ ബുക്സ് ഒക്കെ കേട്ട് നോക്കുക. മാത്രമല്ല ഇത്തരത്തിലുള്ള കോംബോ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള പർച്ചേസസും നടത്താൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തേത് റോഡ് മാപ്പ് ടു വെൽത്ത്. വെറും ഒരു 9 to 5 ജോബ് ചെയ്യുന്നതിലൂടെ തനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനോ റിച്ച് ആവാനോ സാധിക്കില്ലെന്ന് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് കോളേജ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പലതരം ബിസിനസ്സുകൾ നടത്തി അതിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവയെല്ലാം തന്നെ വളരെ പരിതാപകരമായിട്ട് ഫെയിൽ ആവുകയും അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാടധികം നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇത്രയും അധികം നഷ്ടങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ കൂടെ ആക്കേണ്ടി വന്നു. ബിസിനസ്സുകൾ ഫെയിലായി എന്ന് കരുതി അദ്ദേഹം തൻ്റെ ഡ്രീംസ് ഒന്നും ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴും അദ്ദേഹം മറ്റു ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ സൊസൈറ്റിയുടെ വല്ലാത്ത പ്രഷർ കാരണം അദ്ദേഹത്തിന് ആ സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നത് വെറും $900 മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം മറ്റൊരു സിറ്റിയിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം ക്ലയൻസിന് വേണ്ടി വെബ്സൈറ്റുകൾ നിർമ്മിച്ചു നൽകാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഇൻകം വരാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്രീമിൽ നിന്നും അദ്ദേഹം ഒരുപാടധികം ദൂരെയായിരുന്നു. കാരണം അദ്ദേഹം ജോലി ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സമയമാണ് അദ്ദേഹം പണമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പൂർണ്ണമായ സമയവും അധ്വാനവും ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കിന് ശേഷം അദ്ദേഹം തൻ്റെ വെബ്സൈറ്റ് സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്യുകയും അത് വളരെയധികം ഹിറ്റാവുകയും ഒരു കമ്പനി അതിനെ $1.2 മില്യൺ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ലൈഫിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് തൻ്റെ വർക്കിലൂടെ നേടിയെടുക്കുകയാണ്. MJ ഡിമാർക്കോയുടെ അഭിപ്രായത്തിൽ 3 തരത്തിലാണ് ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുക. ആദ്യത്തേത് സൈഡ് വർക്ക്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാലറി അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും മാത്രമാണ് ഇവരുടെ കയ്യിലെ പണം എന്ന് പറയുന്നത്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ സാലറി ക്രെഡിറ്റ് ആവുകയും അടുത്ത മാസം 1-ാം തീയതി വരെയുള്ള അവരുടെ ജീവിത ചിലവുകൾ മുഴുവൻ ആ സാലറി കൊണ്ട് തന്നെ അവർ ജീവിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അവരുടെ സാലറിയേക്കാൾ കൂടുതൽ അവരുടെ എക്സ്പെൻസസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡും ഉപയോഗമായിരിക്കും. എന്നാൽ ഇതൊരു പരിധി കഴിയുമ്പോഴത്തേക്കാണ് അവർ ലോണുകൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും അങ്ങനെ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ, ഒരുപാടധികം പലിശ ഈടാക്കുന്ന ലോണുകൾ എടുക്കാൻ വേണ്ടി അവർ നിർബന്ധിതരാവുകയും അങ്ങനെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ലയബിലിറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഒരിക്കലും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നത് എന്ന് ഒരിക്കലും കരുതരുത്. ഒരുപാടധികം സാലറി ഡ്രോ ചെയ്യുന്ന വളരെ ഹൈ നെറ്റ്വർത്തുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. കാരണം അവരുടെ ഇൻകം വളരെയധികം ആണെങ്കിൽ പോലും അവരുടെ എക്സ്പെൻസസ് എപ്പോഴും ഇൻകത്തേക്കാൾ കൂടുതലാവുകയും അത് മര്യാദയ്ക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അവസ്ഥകൾ വളരെ ഹൈ നെറ്റ്വർത്തുള്ള ആളുകൾക്കും സംഭവിക്കാറുണ്ട്. പണമുണ്ടാക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് സ്ലോ ലൈനാണ്. പലപ്പോഴും ആളുകൾ ജോലി ചെയ്യുന്നത് സേവിങ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്തരത്തിൽ പണം ഒരുപാടധികം സേവ് ചെയ്യുകയും അവരുടെ എക്സ്പെൻസസിനെ പരമാവധി മിനിമലാക്കുകയും ഫ്രൂഗലാക്കുകയും ചെയ്യുകയും ഇത്തരത്തിൽ ഫ്രൂഗാലിറ്റി ശീലിക്കുന്നതിലൂടെ പണം മുഴുവൻ അവർ സേവ് ചെയ്യുകയും അതെല്ലാം തന്നെ പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ലൈഫിൽ വരുമ്പോഴോ ഒക്കെ ഉപയോഗിക്കും. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും കല്യാണം, വീട് വയ്ക്കുക, മക്കളുടെ വിദ്യാഭ്യാസം, പ്രായമാകുമ്പോഴുള്ള ഹോസ്പിറ്റൽ ബിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്നു. സത്യത്തിൽ മിഡിൽ ക്ലാസ്സിലുള്ള കൂടുതൽ ആളുകളും ഇത്തരത്തിൽ ജീവിക്കുന്നവരാണ്. പണം സമ്പാദിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പണം സേവ് ചെയ്യുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവരുടെ പ്രസൻറ്റ് ലൈഫിൽ അവർ അത്രമാത്രം കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയും അവരാഗ്രഹിക്കുന്ന നല്ല ലൈഫ് സ്റ്റൈൽ ത്യജിച്ചുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നതാണ് ഫാസ്റ്റ് ലൈൻ. ഓത്തർ മില്യനെയർ ആയത് ഫാസ്റ്റ് ലൈനിലൂടെ പോയതുകൊണ്ട് മാത്രമാണ്. ഫാസ്റ്റ് ലൈൻ കൊണ്ട് ഓത്തർ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുക എന്നതല്ല, മറിച്ച് പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ഉറങ്ങുമ്പോൾ പോലും പണം സമ്പാദിക്കാൻ സാധിക്കുന്നതിനെയാണ് ഫാസ്റ്റ് ലൈൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒട്ടും തന്നെ എളുപ്പമല്ല. കാരണം ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് ഡിഫിക്കൾട്ടും അതുപോലെ ഒരുപാടധികം ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റാതെ പോവുകയും അല്ലെങ്കിൽ അവർ അത് വേണ്ടാന്ന് വെച്ച് ഒന്നുകിൽ സൈഡ് വാക്ക് അല്ലെങ്കിൽ സ്ലോ ലൈൻ ചൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ലൈൻ ചൂസ് ചെയ്യുന്നവർ വളരെയധികം കൺസിസ്റ്റൻസിയും പെർസിവിയറൻസും ഉള്ളവരായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ഓൺ യുവർ ഗോൾസ്. നമ്മളൊരു റോഡ് ട്രിപ്പിന് പോവുകയാണെന്ന് കരുതുക. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ഓർത്തു നോക്കുക. നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി കണ്ടീഷനാണോ, അത് ഈ റോഡ് ട്രിപ്പിന് ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരെ നമ്മൾ ഇൻഫോം ചെയ്യുകയും അവർ കൃത്യസമയത്ത് എത്തുമോ എന്ന കാര്യം നമ്മൾ നോക്കും. അതുപോലെ നമുക്ക് ആവശ്യമായ ക്ലോത്ത്സ്, അതുപോലെ നമ്മുടെ ട്രിപ്പിന് വേണ്ട ബഡ്ജറ്റ്, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മളൊരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിലും റിച്ച് ആവണമെങ്കിലും കൃത്യമായ റോഡ് മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് റിച്ച് ആവാനൊന്നും സാധിക്കില്ല. അതിനു വേണ്ട കൃത്യമായ പ്രോസസ്സ് മനസ്സിലാക്കി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗോൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ടാസ്കുകളെ ഡിഫൈൻ ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇതൊരല്പം സമയമെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിമാർക്കോ തൻ്റെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊമാൻഡ്മെൻറ്റ്സ് പറയുന്നുണ്ട്. അഥവാ 5 പ്രധാനപ്പെട്ട കൽപ്പനകളെ പറ്റി പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യത്തേത് കമാൻഡ്മെൻറ്റ് ഓഫ് കൺട്രോൾ. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പൂർണ്ണമായ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ ഇൻപുട്ട് കോസ്റ്റിംഗ്, നമ്മുടെ പ്രോഡക്റ്റ് പ്രൈസിങ് ഇതെല്ലാം തന്നെ നമ്മുടെ കൺട്രോളിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തേത് കമാൻഡ്മെൻറ്റ് ഓഫ് എൻട്രി. നമ്മൾ ആളുകൾ ഏറ്റവും അധികം പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്. അത് മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്യുന്ന അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അവർക്ക് റൈവലായിട്ട് അല്ലെങ്കിൽ അവരോട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം അത്രമേൽ പോപ്പുലറായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനും അവരുടെ അതേ അരീനയിൽ ഇറങ്ങാനും അതിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അരീന എന്ത് തന്നെയാണെങ്കിലും അതിലേക്കുള്ള എൻട്രിയെപ്പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് അതിൽ പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ അധികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും അതിലെ കമാൻഡ്മെൻറ്റ് ഓഫ് എൻട്രിയെ പറ്റി എപ്പോഴും ബോധവാനായിരിക്കുക. മൂന്നാമത്തേത് കമാൻഡ്മെൻറ്റ് ഓഫ് നീഡ്സ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് എന്ത് തന്നെ ആയാലും അത് ആളുകൾക്ക് ഉപകാരപ്രദമല്ല എങ്കിൽ, അവരുടെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അതൊരിക്കലും സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് ഓയോ റൂംസ് എടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചീപ്പ് റേറ്റിൽ അവർ ഹോട്ടൽ റൂംസ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓയോ സക്സസ്ഫുൾ ആയത്. അതുപോലെ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഫുഡ് ഡെലിവറി ആപ്സ് വളരെയധികം മിനിമലായിട്ടുള്ള കോസ്റ്റിൽ ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഡെലിവറി ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. നാലാമത്തേത് കമാൻഡ്മെൻറ്റ് ഓഫ് ടൈം. ഓത്തറിൻ്റെ അഭിപ്രായത്തിൽ ടു ബിക്കം ഫ്രീ വി മസ്റ്റ് ഡിസ്കണക്ട് ഔട്ട് ഇൻകം ഫ്രം ടൈം എന്നാണ്. അതായത് നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ടൈമാണ് അവിടെ പണത്തിന് പകരമായിട്ട് നൽകുന്നത്. ഇങ്ങനെ നമ്മൾ സമയം ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അധികം റിച്ച് ആവാൻ സാധിക്കുകയില്ല. നമുക്ക് ഫ്രീ ആവാനോ ഫ്രീ ടൈം കണ്ടെത്താനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ലൈഫിൽ റിച്ച് ആവണമെന്നും സക്സസ്ഫുൾ ആവണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം പണത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുന്ന പരിപാടി നിർത്തുക. അഞ്ചാമത്തേത് കമാൻഡ്മെൻറ്റ് ഓഫ് സ്കെയിലാണ്. നമ്മളൊരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കോഫി ഷോപ്പാണ് നടത്തുന്നത് എങ്കിൽ ആ കോഫി ഷോപ്പ് ആ ഒരു ലൊക്കേഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് ആയിരിക്കും. എന്നാൽ അതേസമയം അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് സ്റ്റാർബക്സ് പോലെ വളരെ വലിയ ഒരു കോഫി ഷോപ്പ് ചെയിന് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയ ഒരു ലാർജ് സ്കെയിലിൽ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും അതിൽ സ്കെയിലബിലിറ്റി ഫാക്ടർ എത്രമാത്രമുണ്ട്, അത് നല്ല രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ആയ ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഡിമാർക്കോയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇത്രയും അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ തീർച്ചയായിട്ടും ഫാസ്റ്റ് ലൈനിലൂടെ മില്യണർ ആവാൻ നമ്മുടെ ലൈഫിൽ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം നമുക്ക് ഉറപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ മില്യണർ ഡ്രീംസ് കാണുന്ന ആളുകൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് മില്യനെയർ ഫാസ്റ്റ് ലൈൻ.